ഉണ്ണിത്താൻ, ഞാൻ ഈ മോട്ടീവ് തെളിയിക്കുവാനുള്ള മൊഴികളിലേക്ക് അത് വായിച്ച സമയത്ത് വായിച്ച സമയത്ത് തോന്നിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇവിടെ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, വിധിന്യായത്തിൽ പറയുന്നുണ്ട്, ഇപ്പോൾ മഞ്ജു വാര്യർ ചില മെസ്സേജുകൾ കണ്ടതാണല്ലോ, ദിലീപിൻ്റെ ഫോണിൽ ചില മെസ്സേജുകൾ കണ്ടതിനെക്കുറിച്ച് പറയുന്നുണ്ട്, കാവ്യ മാധവൻ്റേതായിട്ട്. അപ്പോൾ അതിൻ്റെ വർഷം പറഞ്ഞതിൽ പോലും പിന്നീട് മാറ്റി പറയുകയുണ്ടായി എന്ന രീതിയിലുള്ള വിധിന്യായത്തിലൂടെ കടന്നു പോവുകയുണ്ടായി. അപ്പോൾ ഇത് സാക്ഷി കള്ളം പറഞ്ഞതല്ല, പക്ഷേ അത് ഈ സാങ്കേതികമായിട്ട് അതൊരു കോടതിയിൽ തെളിയിക്കേണ്ട രീതിയിലേക്ക് വന്നിട്ടില്ല എന്നാണോ താങ്കൾ കാണുന്നത്? ഞാനൊരു ഉദാഹരണം അത് പറഞ്ഞതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കോടതി. അതിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന പോലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ കൊടുത്ത മൊഴിയല്ല കോടതിയിൽ പറഞ്ഞത്. 161 സ്റ്റേറ്റ്മെൻറ്റിൽ ഇതുണ്ടായിരുന്നില്ല എന്നാണ്. അത് മഞ്ജുവിൻ്റെ കാര്യത്തിലും അങ്ങനെയുണ്ട്, ഗീതുവിൻ്റെ കാര്യത്തിലും സംയുക്ത വർമ്മയുടെ കാര്യത്തിലും ഒക്കെ ഇത് പറയുന്നുണ്ട്. ഇത് തെളിയിക്കാൻ പറ്റാവുന്നതാണ്, വിശ്വാസയോഗ്യമല്ലാതായി പോകുന്നത് എന്തുകൊണ്ടാണ്? ആക്ച്വലി നേരത്തെ സാറ് സംസാരിച്ച ഈ കാര്യങ്ങളൊക്കെ ഒരാളെ വിശ്വാസത്തിലെടുക്കുക എന്നൊരു കാര്യത്തില് പോലീസ് സ്റ്റേഷനിൽ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് പോരാ എന്ന് തോന്നുന്നത് കൊണ്ടും പോലീസിന്റെ അടുത്ത് 3rd ഡിഗ്രി മെത്തേഡ് അടക്കമുള്ള പല പല കാര്യങ്ങൾ ഉള്ളത് കൊണ്ടും അത് കോടതിയുടെ മുന്നിൽ പറയുമ്പോഴാണ് അതിന് കൂടുതൽ വിശ്വാസയോഗ്യത എന്നതാണ് പൊതുവെ കോടതി കാണുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് സ്ത്രീകളുടെ നേരെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്ന കേസുകളാണെങ്കിൽ ഒരു സ്ത്രീ എന്റെ നേരെ ഇന്ന അതിക്രമങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് പോലീസിൽ മൊഴി കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഇതേ കാര്യം 164 സ്റ്റേറ്റ്മെന്റ് എടുത്ത്, അതായത് വീണ്ടും കോടതിയിൽ പോയിട്ട് മൊഴി കൊടുത്തിട്ട് അങ്ങനെയും സ്റ്റേറ്റ്മെന്റ് എടുത്ത് ചിലപ്പോൾ ആദ്യം പറയാത്ത പ്രതിയുടെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതടക്കം ഉപയോഗിച്ചുകൊണ്ട് കേസ് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കോടതി തന്നെ പ്രത്യേകമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ ഇതിന്റെ പ്രിൻസിപ്പിളാണ് സംസാരിക്കുന്നത്. അതായത് ഒരു സ്ത്രീ പീഡന കേസ് ഉണ്ടാകുമ്പോൾ ഒരു കോടതി പ്രത്യേകമായി സ്ത്രീ കേസ് കേൾക്കാൻ വേണ്ടി മാത്രം ഈ ജഡ്ജിനെ വെക്കുന്നു, ഒരു സ്ത്രീ ജഡ്ജിനെ വെക്കുന്നു, ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ഉണ്ടാകുന്നു. അപ്പോൾ ഒരു നിയമം ആ രീതിയിൽ ചെയ്യുന്നത് ആ വിക്ടിമിന്, അല്ലെങ്കിൽ ആ സർവൈവർ എന്ന് വിളിക്കുന്ന ആ വിക്ടിമിന്, പ്രോസിക്യൂട്രിക്സിന് അത്രയും കൃത്യമായി കോടതിയിൽ നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഈ റേപ്പ് തുടങ്ങിയിട്ടുള്ള ഇൻസ്റ്റൻസസ് ആയിട്ടുള്ള കേസുകളിൽ വളരെ കൃത്യമായി തന്നെ ഈ അതിജീവിതമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ആദ്യമേ സൃഷ്ടിക്കപ്പെട്ടത്. ആ ചർച്ചയിലായിപ്പോയി ഒരു പക്ഷേ ആദ്യം പറയുന്നേക്കാൾ എന്താ പറയാ കൂടുതൽ സൗകര്യം തോന്നിയിട്ടുണ്ടാവാം ഒരു പോലീസ് സ്റ്റേഷൻ, അതിന്റെ അറ്റ്മോസ്ഫിയർ, അതിന്റെ അപ്പുറത്ത് ഞാനും ജഡ്ജും മാത്രമുണ്ട് എന്ന് തോന്നുന്ന ഇടങ്ങളിൽ കുറച്ചുകൂടി നന്നായിട്ട് ചിലപ്പോൾ കാര്യങ്ങൾ പറയാൻ പറ്റും. ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും, ഒരു ഡേറ്റ്, ഒരു തീയതി, എനിക്കത് ഓർമ്മയുണ്ടാവാനും വഴിയില്ല. എത്ര പഠിച്ചു വന്ന് നിന്നാൽ പോലും ഞാൻ ഓർക്കണം എന്ന് ആലോചിച്ച് വന്നാൽ പോലും ചിലപ്പോൾ അത് ആ സമയത്ത് നമ്മൾ വീണ്ടും റിക്രിയേറ്റ് ചെയ്യണ സിറ്റുവേഷൻ നമുക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കാത്ത, അപ്പൊ മഞ്ജുവാര് പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യങ്ങൾ, സ്വന്തം ഭർത്താവിന്റെ ഫോണിൽ മറ്റുള്ള സ്ത്രീകളുടെ മെസ്സേജ് കാണുന്ന സമയത്ത് കണ്ണിൽ ഇരുട്ട് കയറിയിട്ടായിരിക്കും കാണുന്നുണ്ടാവും. അപ്പോ അത്തരം സമയത്തുള്ള കാര്യങ്ങളെ വീണ്ടും നമ്മൾ നോക്കുമ്പോൾ വീണ്ടും നമുക്കത് അതേ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ അവർക്കത് പറ്റിയെന്ന് വരില്ലേ പറയാനായിട്ട്. ഇതൊക്കെ മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മള് വിമൻ ജഡ്ജ് തന്നെ വേണം എന്ന് പറയുന്നത്. സ്ത്രീ സംബന്ധമായ കാര്യങ്ങൾ അത്രയും സുതാര്യതയോടെയും അത്രയും ക്ലാരിറ്റിയിലും ആ ഒരു കമ്പാഷനിലും നിന്ന് കേൾക്കാനാണ് നമ്മൾ സ്ത്രീ ജഡ്ജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രൊവിഷൻ കൂടി വെച്ച് അവരുടെ മുന്നിൽ കാര്യങ്ങൾ പറയുന്നത്. അവിടെ പോലും അത് അപ്രീഷിയേറ്റ് ചെയ്യാനോ അത് കേൾക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇഴകേറി പരിശോധിക്കുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നത് ഒരു റേപ്പ് ഒഫൻസിനെ കുറിച്ചാണ്. ആ റേപ്പ് ഒഫൻസ് കേവലം ഒരു റേപ്പ് ഒഫൻസ് ആയിട്ടല്ല, മറിച്ചൊരു ഗൂഢാലോചന ചെയ്യപ്പെട്ട ഒരു റേപ്പ് ഒഫൻസ് ആണ് എന്നാണ് ഈ അതിജീവിത എന്റെ മുന്നിൽ നിന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി റേപ്പ് ഒഫൻസ് കേൾക്കുന്ന അതേ മനസ്സിൽ നിന്നുകൊണ്ടാണ് ഇതിന്റെ എവിഡൻസും കൂടി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒരു ബോധ്യം, ഒരു ജെൻഡർ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള, ഒരു എംപതിക് ആയിട്ടുള്ള, ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ബെനിഫിഷ്യൽ റീഡിങ് ഓഫ് ദ ലോ, ആ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലോ എന്ന് പറയുന്നതിലേക്ക് ബെനിഫിഷ്യൽ റീഡിങ് ഓഫ് ദ ലോ വായിച്ച് ആ രീതിയിൽ കേസ് കേൾക്കണം എന്ന് തോന്നാൻ
ആ ജഡ്ജിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഒരു ഇൻസ്റ്റൻസ് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിലിപ്പോൾ ഈ പ്രേരണ തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റൊരു കാരണം, അതായത് ഇരയോട് ദിലീപിന് ശത്രുത തോന്നുവാനുള്ള കാരണവും അതോടൊപ്പം തന്നെ ഇരയെ ദിലീപ് ഒരു ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ഒരു ഇൻസ്റ്റൻസ്, അതൊരു ഈ പ്രേരണ ഈ മോട്ടീവ് തെളിയിക്കുന്നതിലൊരു പ്രധാനമായിരുന്നുവല്ലോ. അതൊരു യൂറോപ്യൻ ടൂറുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ഒരേ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ ബസ്സിൽ താരങ്ങളുണ്ടായിരുന്നു, മറ്റു താരങ്ങളും ഉണ്ടായിരുന്നു. അവരാരും പക്ഷേ ദിലീപിനെതിരെ മൊഴി കൊടുത്തില്ല. പക്ഷേ ഇരയുടെ മൊഴി എന്നെ ഭീഷണിപ്പെടുത്തി ദിലീപ് എന്നാണ്. കാരണം മഞ്ജു വാര്യരോട് താനാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്, അപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ അത് തിരുത്തി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയെന്നാണ്. ഇത് പ്രോസിക്യൂഷൻ അത് കോടതിയിൽ വാദിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ ഡിഫൻസ് വക്കീൽ വാദിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബസ്സിലെ യാത്ര കഴിഞ്ഞ് റിഹേഴ്സലും ഒക്കെ കഴിഞ്ഞ് ഷോയിൽ ഇവർ സന്തോഷത്തോടു കൂടി പങ്കെടുത്തല്ലോ എന്നാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു അങ്ങനെ ദിലീപ് ഭീഷണിപ്പെടുത്തിയിരുന്നില്ലെങ്കിൽ, അങ്ങനെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെങ്കിൽ അങ്ങനെ എങ്ങനെയാണ് സന്തോഷത്തോടു കൂടി ഷോയിൽ പങ്കെടുക്കുക, റിഹേഴ്സൽ പങ്കെടുക്കുക എന്നുള്ള ചോദ്യമാണ്. കോടതിയുടെ ഉത്തരവിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. റിഹേഴ്സലിൻ്റെ കാര്യമല്ല, ഷോയിൽ ഒരുമിച്ച് പങ്കെടുത്തുവെന്ന്. പക്ഷേ റിഹേഴ്സൽ സമയത്ത് ഇര സന്തോഷത്തോടു കൂടിയല്ല പെരുമാറിയത് എന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഷോയിൽ സന്തോഷത്തോടു കൂടി പങ്കെടുത്തു എന്നുള്ളത് ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നതിനൊരു തെളിവായി വരേണ്ടതാണോ ശ്രീമതി ആശ ഉണ്ണിത്താൻ? കോടതി സിനിമയോ നാടകമോ ഡാൻസോ കാണാത്ത ആൾക്കാരാണെന്ന് ഞാൻ വിചാരിക്കണില്ല കോടതിയിലിരിക്കുന്ന ജഡ്ജസ്. ഒരു ഇപ്പം പേഴ്സണലി എനിക്ക് ഒരു വലിയ സങ്കടം ഉണ്ടായിട്ടിരിക്കുന്ന സമയത്ത് പോലും കോടതിയിൽ വന്നിരുന്ന് കേസ് കേൾക്കുമ്പോൾ എന്റെ അച്ഛൻ മരിച്ചുപോയ സങ്കടമല്ല ഞാൻ മനസ്സിൽ വെക്കുക. എന്റെ മുന്നിൽ വരെ നോക്കിയിട്ട് കോടതി പെർഫോം ചെയ്യാണ് വേണ്ടത്. അതുപോലെ വാദിക്കുന്ന വക്കീലാണെങ്കിലും പല സമയത്തും അവനവന്റെ വീട്ടിലെ വലിയ സങ്കടങ്ങൾ അനുഭവിച്ചിട്ടോ അല്ലെങ്കിൽ പലതും അനുഭവിച്ചിട്ട് വന്നെന്ന് വാദിക്കുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അവിടെ അഭിനയിക്കുക പോലുമല്ല, ഞങ്ങള് ഒരു ജോലി പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ മാറ്റി വെച്ച് പെർഫോം ചെയ്യും. ഇത് ഇവരുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അഭിനയം കൂടിയാണ്. ഓക്കെ, നമ്മളുടെ പ്രൊഫഷൻ അഭിനയമല്ല, എന്നിട്ട് പോലും നമ്മൾ അവിടെ നിന്ന് അഭിനയിക്കും. കാരണം നമ്മുടെ സങ്കടങ്ങളെ മാറ്റി വെച്ചിട്ട് നമ്മൾ അതർ മാനയിൽ നിന്ന്, പ്രൊഫഷണൽ മാനയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അഭിനയം പ്രൊഫഷൻ ആയിട്ടുള്ള ആളുകള് അവരെ സങ്കടങ്ങൾ എത്ര കൃത്യമായി ഉള്ളിൽ ഒതുക്കിയിട്ടായിരിക്കും അവർ അഭിനയിക്കുന്നുണ്ടാവുക. എല്ലാവരെയും നമുക്ക് ഇഷ്ടാവില്ല കൂടുതൽ അഭിനയിക്കുന്ന ആളുകളെ. പല രീതിയിലും പലരുമായിട്ട് പല വിഷയങ്ങളുണ്ടാവും. പക്ഷെ ഞാനൊരു എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് പണവും മേടിച്ച് അഡ്വാൻസും മേടിച്ച് യൂറോപ്പ് പോലെയുള്ള രാജ്യം വരെ യാത്ര ചെയ്ത് വന്ന് ഇത് പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ കളയുകയാണോ? അവിടെ ഞാൻ വഴക്കുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി ഇവരെ ഒന്നിനും കൂട്ടില്ല എന്ന് പറഞ്ഞ് എല്ലാ അവസരങ്ങളും നിഷേധിക്കുകയാണ് വേണ്ടേ? ആരാണെങ്കിലും ശരി, അതൊരു ശത്രു ആണെങ്കിലും ശരി, ആ സ്റ്റേജിൽ നിന്ന് അവര് അഭിനയിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവരൊരു അഭിനേത്രിയാണെന്ന് തെളിയിക്കുന്ന കാര്യം. അവർക്ക് അഭിനയിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അവർ എത്രോളം വിഷമിച്ചിട്ട് കൂടിയൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ടാവാം. റിഹേഴ്സൽ സമയത്ത് അവർക്ക് പറ്റിയിട്ടില്ല. ഈ കൂടെ നിന്ന മനുഷ്യരൊന്നും അവരൊപ്പം നിന്നില്ല എന്ന്, അതൊക്കെ കൂറുമാറിയ മനുഷ്യരാണല്ലോ ഓൾറെഡി. ആ ബസ്സിൽ സഞ്ചരിച്ച ആളുകൾ മുഴുവനും ആദ്യം പറഞ്ഞ മൊഴികളല്ലോ പിന്നീട് പറയുന്നത്. പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പറഞ്ഞ ഒരാളുടെ മൊഴി നമ്മൾ കണ്ടു, പിന്നീട് ആ മൊഴി ഇല്ല. പക്ഷെ എഴുതി വെച്ചത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ശരിയാണ്. അത് ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഇതിനകത്ത് ശ്രീമതി ആശ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന മറ്റുള്ളവർ ദിലീപിനെതിരെ മൊഴി നൽകിയില്ല. പക്ഷേ ഇര തൻ്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതേപോലെ തന്നെയാണ് ഈ ഇരയ്ക്കൊപ്പം മൊഴി നൽകിയ മറ്റുള്ളവർ. പക്ഷേ അവരുടെ മൊഴികൾ വിശ്വാസത്തിലെടുത്തില്ല. അതിന് ഈ കാര്യമാണ് പറഞ്ഞത്. അന്വേഷണ ഉദ്യോഗസ്ഥർ എല്ലാ തവണ എല്ലാ പേജുകളും വായിച്ചു നോക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. ഈ ഒരൊറ്റ കാരണമാണ് പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിൽ എടുക്കാതിരിക്കാൻ. അതായത് ഈ മോട്ടീവ് എന്താണെന്ന് പോലീസ്